ഇന്നും രോഗസൗഖ്യം സംഭവിക്കും, ഇന്നും കടഭാരം മാറ്റും. പക്ഷെ യേശു വന്നത് അതിനു വേണ്ടിയിട്ടല്ല. കർത്താവ് വന്നത് കുഷ്ഠരോഗം മാറ്റാൻ വേണ്ടി മാത്രമല്ല. കർത്താവ് വന്നത് കുഷ്ഠരോഗമുള്ളവനെയും കുഷ്ഠരോഗം ഇല്ലാത്തവനെയും ധനവാനെയും ദരിദ്രനെയും ഒരുപോലെ നിത്യത എന്ന വലിയ ദർശനത്തിലേക്ക് കൊണ്ടുപോകാൻ യേശു വന്നത്. അത് പ്രസംഗിക്കാൻ യേശുവിന് പട്ടണത്തിൽ കയറാൻ പറ്റാത്ത നിലയിലോട്ട് ഈ മനുഷ്യൻ കൊണ്ടെത്തിച്ചു. അവിടെ പറയുന്നുണ്ട്, കർത്താവ് നിർജ്ജന സ്ഥലത്ത് പോയി, ജനമില്ലാത്ത സ്ഥലത്ത് പോയി. വിവിധ സ്ഥലത്ത് നിന്ന് ആൾക്കാർ അവിടെ വന്നു, സത്യമാണ്. പക്ഷേ ഒന്ന് ഓർക്കണം, യേശു കർത്താവിന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത നിലയിലോട്ട് ഒരു മനുഷ്യൻ പ്രസംഗിക്കാൻ തുടങ്ങി. ഇന്നും പ്രിയരെ ഇതല്ലേ നടക്കുന്നത്? നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ പരിജ്ഞാനം പ്രാപിച്ചിട്ട് ക്രിസ്തുവിന്റെ രക്തത്തിന്റെ മഹത്വത്തെ പ്രസംഗിപ്പാൻ, ആ ക്രൂശീകരണം പ്രസംഗിപ്പാൻ ഈ സന്ദേശം കേൾക്കുമ്പോൾ കർത്താവ് ഓരോ വ്യക്തികളെയും വിശ്വസ്ത